നമസ്കാരമുണ്ട്. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് അച്ചൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. രാവിലെ നല്ല അതിഭയങ്കരമായ മഴയൊക്കെ ആയിരുന്നു. മഴയായിട്ടും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അച്ചൻകോവിൽ പോകുന്നത് വനത്തിൽ കൂടെ ഒരു റോഡുണ്ട്. അതെങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയൊന്ന് പോകാമെന്ന് കരുതുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ ഞാനുണ്ട്, ഷൈനിയുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം യാത്രയൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെ ഓരോ വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളല്ലോ. അതല്ലേ നമ്മുടെ ഒരു സന്തോഷവും. നമ്മൾ പോകുന്ന വഴിക്ക് മരമൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതിപ്പോൾ വനത്തിലോട്ട് കയറിയിട്ടില്ല. ഇത് ഫോറസ്റ്റ് ഏരിയ മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഒരു പോയിൻ്റാണ്. അവിടെ മരമൊക്കെ തേക്കൊക്കെ വീണ് കിടപ്പുണ്ട്. അതൊക്കെ അവർ ഫോറസ്റ്റുകാർ വെട്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റ് ഡിപ്പോയാണ്. ഇവിടെ തേക്ക് തടിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഡിപ്പോയാണ്. ഇവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കല്ലേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമ്മൾ അച്ചൻകോവിൽ പോകാൻ. അല്ലാതെ പത്തനാപുരത്ത് ചെന്നിട്ടും അച്ചൻകോവിൽ പോകാൻ പറ്റും. നമ്മളിപ്പോൾ വനത്തിനുള്ളിലൂടെ തന്നെ പോകാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുകയാണ്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ വനത്തിലെ അവസ്ഥ. ഓക്കെ, ഏതായാലും നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്ക് വരുവാണേ. കല്ലേലി ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇവിടെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുണ്ട്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇത് വന്നിട്ട് കോന്നി ഡിവിഷനാണ്. ഇത് മൊത്തം കൈത തോട്ടമാണ് ഇവിടെ. അപ്പോൾ ഈ കൈത എല്ലാം ഇളക്കി തിന്നാനെ കൊണ്ടാണ് ഈ ആനകൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ ആന വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ കറണ്ട് കമ്പിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ കൊക്കാത്തോടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഇവിടെ താമസം ആൾക്കാരുള്ളൂ. അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ ഈ വരുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് മീൻസ് അഞ്ചക്കോവിൽ എന്നുള്ള വഴിക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് കൊടുത്തേക്കുന്നതാണ്. കൊക്കാത്തോട് ലെഫ്റ്റാണ് പോകുന്നത്. കൊക്കാത്തോട് അച്ചൻകോവിൽ പോകുന്ന സ്ട്രെയിറ്റ് ആണ്. കൊക്കാത്തോട് പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. ഇത് കല്ലേലി പാലം. ഇത് കൊക്കാത്തോട് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ്. ഇനി നമ്മൾ പോകുന്നത് അവർ പറഞ്ഞു ഇവിടെ വലിയ വളവുകളൊക്കെ കാണുമെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പതിയെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. വളവിനൊക്കെ ആന നിന്ന് അറിയത്തില്ല. നമ്മൾ വനത്തിൽ കൂടെ ഒക്കെ ഉള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണിത്. അല്ലേ, ഇത് വളരെ മോശമായിട്ടുള്ള റോഡാണേ. ഭയങ്കരമായിട്ട് നമുക്കൊരു പേടി ഫീൽ ചെയ്യുന്ന റോഡാണ് കേട്ടോ. കറക്റ്റ് വനത്തിനുള്ളിലോട്ട് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് മഴ പെയ്ത് കിടക്കുന്നുണ്ട്. സ്ലിപ്പാവുന്ന റോഡാണ്. എന്നാലും കുറേയൊക്കെ റോഡ് കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഒരു വഴികളാണ്. പക്ഷേ ബാക്കിയൊക്കെ ഉള്ളത് ഇളകി പോയേക്കുന്നതാണ്. ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. അതെ, ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നേ. പക്ഷേ ഏതായാലും ദിവസം മഴ തോർന്നു. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. ലൈനൊക്കെ പോയേക്കുന്നുണ്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. പ്ലാനിങ് ഒന്നും പാടില്ല ഒരു കാര്യത്തിന് പോകുന്നത്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോവുക, കാണുക, പോരുക. അതാണ്. നേരത്തെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണത് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നതാണ്. അപ്പം ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇവിടെയുള്ള ഊരുകളാണ്. ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട്. പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ടേ റോഡിലൊക്കെ ആന നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതേ ഉള്ളൂ. പിന്നെ നമ്മൾ വല്ല
വല്ല ജീവികളുടെ മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാതൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. ഞാനും കരുതി അത് ആനയുടെ ബാഗ് വശമായിരിക്കുമെന്ന്. നമുക്ക് ആനപ്പിണ്ടമൊക്കെ സ്ഥാപിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓൺലൈനൊക്കെ വന്നേ പിന്നാണ് കൂടുതലും ഇതുപോലത്തെ വഴികളെല്ലാം കാണാൻ പറ്റിയത്. ബ്ലോഗർമാരൊക്കെ പോയി ഒത്തിരി സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിയാണ് ഇതെല്ലാം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള പാതകളാണ്, രാജപാതകളൊക്കെയാണ്, കാട്ടുപാതകളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ അച്ചൻകോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട തന്നെ നല്ല ദൂരമുണ്ട്. ഏകദേശം ഒരു 70 കിലോമീറ്റർ 70 കിലോമീറ്റർ അടുത്തൊക്കെ ഉള്ളൊരു ദൂരമാണിത്. അതല്ലേ ഇതെല്ലാം ടേണിങ്. അത് വണ്ടിയുടെ ഏതാണ്ട് വലിച്ചു പറിച്ച് കളഞ്ഞാൻ തോന്നുന്നു. ഇതെല്ലാം വലിച്ചു പറിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടൊക്കെ വളരെ സൂക്ഷിച്ച് പോകേണ്ട വഴികളാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഉള്ളേരിയ ഇത്. പതിയെ പോയാൽ മതി. കാട്ടിക്കൂടെ വണ്ടിക്ക് ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോരുക. രാവിലെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് യാത്ര ചെയ്യുന്നത് നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുമ്പ് പോരുക. ഇതിപ്പം തെങ്കാശിയിൽ നിന്ന് ഈ വഴിക്ക് തിരിച്ചു വരാം. കോന്നിയിൽ നിന്ന് ഈ വഴിക്ക് നമുക്ക് തെങ്കാശിക്കും പോകാൻ പറ്റുന്നതാണ്. അച്ചൻകോവിൽ പോകാം. അച്ചൻകോവിൽ പോയിട്ടാണ് തെങ്കാശി പോകേണ്ടത്. അപ്പം അങ്ങനെ റൂട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് എപ്പോഴും യാത്ര ചെയ്യുമ്പം സേഫ്റ്റി ഒരാളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. തനിച്ചുള്ള യാത്രകൾ ഇതുപോലുള്ള വഴികളിൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഘോര വനമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വനം. അപ്പോൾ ഇവിടെ അധികം നമ്മൾ ഇറങ്ങി നിൽക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്താണ് ഇറങ്ങി നിൽക്കുന്നത്. പൂമ്പാറ്റകൾ വന്ന് കൂട്ടം കൂടിയിരിക്കുന്ന ഒരു സ്ഥലം കാണിക്കാമേ. ഇതുണ്ടല്ല, അതിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓ ഇതുണ്ടല്ലേ, അതെന്തൊക്കെ എടുക്കുന്ന പ്രാണികളെയൊക്കെ ഉണ്ട്. വണ്ടിനെയൊക്കെ എടുത്തുകൊണ്ട് വണ്ടാണ്, ചെമ്പണ്ടാണ്. അതിനെയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല മഴയുടെ ടൈമാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വണ്ടി യാത്ര ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ചൂടല്ലേ. കൊടും കാടാണ് ഇത്. എപ്പോഴായാലും ഏത് സമയത്തായാലും വന്നെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് മഴ സമയത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഉണക്ക് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയൊരു എനർജി കിട്ടില്ല, ഭയങ്കര ചൂട് തന്നെ ആയിരിക്കും. ഇത് മഴ സമയത്താണെന്നുണ്ടെങ്കിൽ കാട് അതേപോലെ തണുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് കാഴ്ചയ്ക്കൊക്കെ വളരെ ഭംഗിയുണ്ട് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ആനച്ചൂരിൻ്റെ മണമുണ്ട് കേട്ടോ. ഒത്തിരി ഭയങ്കര സ്മെല്ലുണ്ട്. അച്ചൻകോവിൽ ആറാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ക്യാമ്പയിനിങ് ആൻഡ് പെട്രോളിംഗ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വീട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആനകൾ കയറാതെ വലിയൊരു കിടങ്ങൊക്കെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിടങ്ങാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും വലിയ കുഴിയാണ്. ഇതിനകത്തിൽ കൂടെ ആന കയറി ഇറങ്ങാതെ അവരെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണിത്. ഹലോ ഏട്ടാ, എവിടെ വീട്? പന്തളം. ഇവിടെ ജോലിയുമായിട്ട് ഇവിടെ ഫോറസ്റ്റിൻ്റെ വാച്ചറായിട്ടാ? ഓക്കെ. അപ്പം നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ? ഞാൻ ഒറ്റയ്ക്കുള്ള. അമ്മ എൻ്റെ കൂടെ ചുമ്മാ ഇങ്ങോട്ടൊന്ന് വന്നു. ആണോ? തന്നെയൊക്കെ ആണ് ഈ കാട്ടിൽ താമസിക്കുന്നത്? പിന്നെ ജോലിയാകുമ്പോൾ. ആണോ? ആഹാ, ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ ആനയുടെ കാര്യങ്ങൾ? ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വലിയ ശല്യമില്ല. ഇല്ല.
അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വരുമായിരിക്കും. സമയത്തൊക്കെ ഇപ്പോൾ ഈ കിടങ്ങുണ്ടായതുകൊണ്ട് ഇവിടെ കയറി വരത്തില്ല. കിടങ്ങുണ്ടായതുകൊണ്ട് കയറി വരത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് പോകുന്ന ആ സൈഡൊക്കെ എവിടെയാണ്? ഇതിൻ്റെ ബാക്ക് അത് അപ്പുറം കൊക്കാത്തോട്. ഇത് കറക്റ്റ് വനമാണോ? ഫുള്ള് വനത്തിൽ, നമ്മൾ ഉൾവനത്തിലാണ് നിൽക്കുന്നത്. രണ്ട് സൈഡും വനം, ചുറ്റുവട്ടം മൊത്തം വനം. മൊത്തം വനം. ഓക്കെ. ഇത് നമ്മുടെ കോന്നിയിൽ നിന്ന് എന്തോ ദൂരം വരുന്നുണ്ട് ഇവിടെ വരെ? കോന്നിയിൽ നിന്ന് 10-20 കിലോമീറ്ററോളം. അപ്പം അച്ചൻകോവിൽ വരെ 30-40, കോന്നിയിൽ നിന്ന് 10-40 കിലോമീറ്റർ ഈ വനത്തിൽ കൂടെ തന്നെയുള്ള വഴിയാണ്. വനത്തിൽ കൂടെ തന്നെ ഉള്ളത്. അല്ല, ഈ വനത്തിനുള്ളിൽ അവർ ഏത്തവാഴ കൃഷി ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ സോളാർ വെച്ചിട്ടുണ്ട്. അതവർ വന്ന് അത്രയും പരിപാലിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു വനത്തിൻ്റെ നടുക്കാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ആനയല്ലാതെ വേറെ എന്തൊക്കെ? ആനയുണ്ട്, കടുവയുണ്ട്, പന്നിയുണ്ട്, കാട്ടുപോത്തുണ്ട്. ആണോ? ആഹാ. വഴിയിലൊക്കെ ഇറങ്ങി തന്നെ പിടിച്ചോണ്ട് പോകാൻ കാര്യമായല്ലോ. ഫോറസ്റ്റ് സ്റ്റേഷനാണ്. മണ്ണാപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. അതിന് ജോലിക്കാർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ കിടങ്ങൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ. ആനയ്ക്ക് രാത്രി കണ്ണ് കാണുമായിരിക്കുമല്ലോ, അല്ല പിന്നെ അങ്ങനെ പിന്നെ ഇറങ്ങുന്നേ. ഇപ്പോഴാണ് ഞങ്ങളെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയതേ. ഹലോ, ഞങ്ങൾ രാവിലെ യാത്ര ചെയ്ത് അവരിപ്പം മുന്നേ കയറിയിട്ടുണ്ട്. ഇനിയിപ്പം നല്ല കോൺക്രീറ്റ് വഴിയാണ് കാണുന്നത്. എത്രത്തോളം ഉണ്ടെന്നറിയത്തില്ല. അതെ, ആന പിണ്ടമൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. ആന കൂടുതലായിട്ട് ഇറങ്ങി വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ. എല്ലാ കിളികളുടെയും മയിലും ഒക്കെ അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. പക്ഷെ ഒന്നിനെ കാണാൻ പറ്റിയില്ല. കാട്ടുകോഴിയെ കണ്ടു. കണ്ടില്ലേ? ചിത്രശലഭങ്ങൾ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഇത് പക്ഷേ ഓഫ് റോഡ് തന്നെ കേട്ടോ. ഇത് പിന്നെ ടാറിങ് കുറച്ച് ഭാഗമൊക്കെ ഉള്ളൂ കോൺക്രീറ്റ് ഇട്ടേക്കുന്നത്. ഏതായാലും ഉൾക്കാട്ടിക്കൂടെയുള്ള യാത്ര ഇത്രത്തോളം ഞങ്ങൾ വന്നേക്കുവാണ്. ഇനിയും കുറച്ചുകൂടെ ഉണ്ട് അച്ചൻകോവിലെ പോകാൻ. ഇത്രയും വന്നതിൽ ഒരു കുരങ്ങനെയാണ് കണ്ടത് കേട്ടോ, ഇത്രയും കാട്ടിക്കൂടെ വന്നിട്ട്. ആ എന്താടാ നോക്കുന്നേ? കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇവന്മാരെ മാത്രം ഇന്ന് നമ്മൾക്ക് കാണാൻ പറ്റിയത്, വേറെ ഒന്നും കണ്ടില്ല. അതെ, ആനയെ കാണല്ലെന്ന് ഒരുത്തി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമായിരുന്നു. ആറിൻ്റെ തീരത്തൂടെ തന്നെയാണ് കുറേ കിലോമീറ്ററുകൾ വന്നത്. ഈ തൊട്ട് താഴെ കാണുന്നത് അച്ചൻകോവിൽ ആറാണ്. അത് കുറേ ദൂരം ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള വഴികളാണ്. ചെറിയ തോടാണ്. നല്ല മഴ സമയത്ത് നല്ലോണം വെള്ളം വരുന്ന വഴിയൊക്കെയാണ്. നോക്കി പോകണം കേട്ടോ. കണ്ടില്ലേ? കാട്ടിലോട്ട് പോകുന്ന തോടാണ്. ഫുള്ള് തേക്കാണ്. തേക്കിൻ്റെ തോട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ 11:30 എന്നാലും കയറിയേ. ഓ, ഏതാ കല്ലേലിന്നോ അതോ കോന്നിന്നോ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ യാത്രകളൊക്കെ വരുമ്പം പൊതിച്ചോറൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പ്ലാനിങ് അല്ലായിരുന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചോറൊന്നും എടുക്കാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ പൊതിച്ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നേനെ. പക്ഷേ ഇവിടെ വെച്ചൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളെയും കൊണ്ടുപോകും, പൊതിച്ചോറും കൊണ്ടുപോകും. കടുവയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം പൊട്ടപ്പൊളിഞ്ഞ റോഡാണ്. ആ ഒരു കണ്ട വണ്ടി
തിരിച്ചു പോകുന്നുണ്ട്. അത് എങ്ങോട്ടുള്ളതാണ്? ലെഫ്റ്റ് ആയിരിക്കും പോകുന്നത്. ഇവിടെ കുറേ വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. കുറേ ദൂരം സഞ്ചരിച്ച പിന്നാണ് നമ്മൾ ലെഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഈ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. നേരെ പോകുന്നത് പുനലൂരാണ്. പുനലൂർ പോകേണ്ട വഴി. നമ്മളിനി ലെഫ്റ്റ് തന്നെ പോകുന്നു. നമുക്ക് അതെ, അവരും ഇതുപോലെ തന്നെ തിരിച്ചത് കൊണ്ടാണ് നമുക്കൊരു സംശയം വന്ന് ചോദിച്ചത്. വലിയൊരു ഭയപ്പാട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നല്ല വീതിയുള്ള കോൺക്രീറ്റ് റോഡ് തന്നെ കാണുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇത് അച്ചൻകോൽ 6 കണ്ടില്ലേ? ഇവിടെ ഒരു അമ്പലമുണ്ട്. പ്രതിഷ്ഠ എല്ലാം കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ. മല അപ്പൂപ്പൻ, അതിൻ്റെ മലയപ്പൂപ്പൻ. അപ്പോൾ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലേസ് കാണാൻ പറ്റിയത്. കണ്ടില്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. കണ്ടില്ലേ? കാട്ടരുവിയൊക്കെ ഒഴുകുന്നത് വളരെ ഭംഗിയുണ്ട്. ഇറങ്ങി നിൽക്കാനാണെങ്കിലും എല്ലാം നല്ല സൗകര്യമുള്ള സ്ഥലമാണേ. നല്ലൊരു അരുവി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അച്ചൻകോവിൽ എത്തിയേക്കുവാണേ. അച്ചൻകോവിൽ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പുനലൂർ ഡിപ്പോയിലെ ഒരു ബസ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തെങ്കാശിക്ക് പോകാമെന്നുള്ള കണക്കിലാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. ചേട്ടാ, ഇത് അച്ചൻകോവിൽ ടൗൺ ഇതാ? ഓക്കെ, ഇതാണ് അച്ചൻകോവിൽ ടൗണ്. ഒരു ബിൽഡിങ് മാത്രമാണ് നമ്മൾ കാണാൻ പറ്റിയത്. ഒരു ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ബിൽഡിങ് മാത്രം. പിന്നെ ഇതുപോലത്തെ ചെറിയ കടകളൊക്കെ ഉള്ളു കേട്ടോ. പോലീസ് സ്റ്റേഷനുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കുംഭമുരട്ടി വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അത് പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്യുന്നില്ല. ഇതല്ലേ മുമ്പേ കണ്ട വണ്ടി അല്ലേ? മുമ്പേ കണ്ട വണ്ടിയല്ലേ ഇത്? നമ്മുടെ ഇവിടെ അവിടുന്ന് വന്ന വണ്ടിയത്. ഇതും വനത്തിൽ കൂടെ തന്നെയുള്ള വഴി അല്ലേ? നിന്നെ ഒന്ന് കാണിച്ചേടാ, പീലി ഒന്ന് കാണിച്ചേ മാടാ. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം മയിലുകളാണ്. മയിലുകളുടെ കോട്ട ഇവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട്. നനഞ്ഞൊക്കെ വന്നിട്ട് ഇന്ന് ഉണങ്ങുന്ന സീനാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ഫീമെയിലാണേ. പോലടി, ഇനി പോവല്ലേ? ഷൈനിയുടെ നിൽപ്പ് കൊണ്ട് ഇതിനെ കൊണ്ടുപോകുന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. വേണോ? വേണ്ട? ഇതാണ് കുംഭമുരട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ആർച്ചാണ്. ഇതിലെ മേളിലേക്ക് കയറി പോകേണ്ടത്. പക്ഷെ അവരിപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കുവാണേ. അപ്പം നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. ഈ ഒരു മരം കണ്ടോ? വലിയൊരു മരമാണേ. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശം മൊത്തം ദ്രവിച്ചു പോയേക്കുന്ന ഒരു ഭാഗമാണ്. കണ്ടില്ലേ? ഒരു ഹോളാണ്.
അത്രയ്ക്ക് ദ്രവിച്ചു പോയേക്കുന്നതാണ് ഈ മരം. പക്ഷെ എന്നുണ്ടെങ്കിൽ വലിയൊരു മരമാണ്. അപ്പോൾ ഈ അച്ചൻകോവിൽ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പല വഴിയിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, കാടുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ അച്ചൻകോവിൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ഭയപ്പെട്ടാണ് പോകേണ്ട ഒരു വഴി, അതേപോലെ പേടിച്ചാണ് പോയത്. നമ്മൾ ഗവിയിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഇപ്പം ഞങ്ങളുടെ മുന്നിൽ ഒരു വണ്ടി മാത്രമാണ് പോയേക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മൊബൈൽ നെറ്റ്വർക്കുകളൊന്നുമില്ല. BSNLന് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നെറ്റ്വർക്ക് വരുന്നത്, ബാക്കി നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുള്ളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതുമല്ല, ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു വണ്ടിയുടെ മുന്നിലുണ്ടെങ്കിൽ ഏറ്റവും നമുക്കൊരു സന്തോഷമാണ്. ഇത് ഞങ്ങളിപ്പം പോകുന്നത് ഒരു മനുഷ്യനും ഇല്ലാതാണ് പോകുന്നത്, ഞങ്ങൾ രണ്ടുപേരും തനിച്ചാണ് പോകുന്നത്. അപ്പം വളരെ ഭയപ്പെട്ടാണ് പോകുന്നത്. കാടിൻ്റെ ആ ഒരു ഭീകരതയൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. പിന്നെ ആനകളുടെ ശല്യം, കടുവ, പുലി, അങ്ങനെ എല്ലാം പറഞ്ഞ് ആകെ പേടിച്ചാണുള്ള ഒരു യാത്ര. അതുകൊണ്ട് ഈ കാടിൻ്റെ സൗന്ദര്യം പൂർണ്ണമായി നിങ്ങൾ കാണണം. നമ്മൾ ചെറിയൊരു വീഡിയോ അല്ല, ഇത് ലെങ്തുള്ള വീഡിയോ ആകാം, പക്ഷെ എന്നുണ്ടെങ്കിൽ കാടിനെ പൂർണ്ണമായിട്ട് ഒപ്പിയെടുത്തേക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് പറയുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ വീഡിയോകളൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഇത്രയൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചു. വീണ്ടും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് കടന്നു വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.